നിങ്ങളൊരു ഡിസൈൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡിസൈനൊക്കെ ഓക്കെയാണ്, ബട്ട് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഓക്കെയാണ്, കളേഴ്സ് ഓക്കെയാണ്, ടൈപ്പോഗ്രഫീസ് ഓക്കെയാണ്, ഇമേജസും ഓക്കെയാണ്, ബട്ട് എന്തോ സംതിങ് ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിരിക്കാം ബാലൻസ്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് ബാലൻസ്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബാലൻസ് എന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാലൻസ് ഏതൊക്കെയെന്നും ഡിസൈനിങ്ങിലെ ബാലൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബാലൻസ് നമ്മുടെ ഡിസൈൻസിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു വീഡിയോ കണ്ട് കഴിയുന്നതോട് കൂടിയിട്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി കിട്ടുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. ഓക്കെ, സോ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് ഇത്. സോ പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ബാലൻസിലോട്ട് തിരിച്ചു വരാം. എന്താണ് ബാലൻസ്? വാട്ട് ഈസ് ബാലൻസ്? ബാലൻസ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷ്വൽ വെയ്റ്റ് ഇൻ എ ഡിസൈൻ. ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് വിഷ്വൽ വെയ്റ്റ്. എന്താണ് വിഷ്വൽ വെയ്റ്റ്? അതായത് നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്ജക്ട്സിന് ഓരോന്നിനും എന്തുണ്ട്? ഒരു ഫിസിക്കൽ വെയ്റ്റ് ഉണ്ട്, ഇല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനും, നമ്മൾ റിയൽ ലൈഫിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനും ഒരു ഫിസിക്കൽ വെയ്റ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻസിനും ഒരു വെയ്റ്റ് ഉണ്ട്. ആ വെയ്റ്റാണ് എന്ത്? വിഷ്വൽ വെയ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമ്പോസിഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസൈനിൽ ഒരു ബോൾഡായിട്ടുള്ള ബിഗ്ഗർ ആയിട്ടുള്ള ഒരു ടൈപ്പോഗ്രഫി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം അതിനോടൊപ്പം തന്നെ ഒരു സ്മോൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ടൈപ്പോഗ്രഫിയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിലോട്ടാവും നിങ്ങളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ഹുക്ക് പെട്ടെന്ന് പോകുന്നുണ്ടാവുക? ഒബ്വിയസ്ലി ദ ബിഗ്ഗർ വൺ. അതെന്തുകൊണ്ടാണ്? അവിടെ കമ്പാരേറ്റീവ്ലി ആ ഒരു സ്മോൾ ടൈപ്പോഗ്രഫിനെക്കാട്ടിയും കൂടുതൽ വിഷ്വൽ വെയ്റ്റ് ക്യാരി ചെയ്യുന്നത് ഏതാണ്? ആ ഒരു ബോൾഡായിട്ടുള്ള ബിഗ്ഗർ ആയിട്ടുള്ള ടൈപ്പോഗ്രഫിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന് വിഷ്വൽ വെയ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിലോട്ട് അറ്റൻഷൻ പോകാനും അതിനോട്ടൊരു വിഷ്വൽ ഹുക്ക് പോകാനും അവിടെ കാരണമാകും. ഇത്തരത്തിൽ നമ്മൾ ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻസിനും അതിൻ്റേതായിട്ടുള്ള വിഷ്വൽ വെയ്റ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ ഒരു ടൈപ്പോഗ്രഫി എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഡാർക്ക് കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ്, ഹൈലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സും എലമെൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ വലിയ ടൈപ്പോഗ്രഫീസ്, ലാർജ് ഇമേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മോർ വിഷ്വൽ വെയ്റ്റ് ക്യാരി ചെയ്യും. ഓക്കെ, സോ നമ്മൾ വിഷ്വൽ വെയ്റ്റ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസൈനിൻ്റെ രണ്ട് സൈഡിലും ഒരേ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതല്ല. ഈ ഒരു എലമെൻസിൻ്റെ വിഷ്വൽ വെയ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ എലമെൻസിനും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡിസൈനെ ഒരു പ്രോപ്പർ സ്ട്രക്ചർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റുന്ന ഒരു മെത്തേഡിനെ കൂടിയാണ് നമ്മൾ എന്ത് പറയാം? ബാലൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ബാലൻസ് ഡിസൈൻസിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു ഇമേജ് നോക്കാം. അതായത് നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഈ ഒരു ഡിസൈൻ ഓവറോൾ ഒരു അൺകംഫർട്ടബിൾ ഫീൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ യൂസ് ചെയ്തിട്ടുള്ള എലിമെൻറ്റ്സ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടില്ല? വിഷ്വൽ വെയ്റ്റ് അനുസരിച്ചിട്ട് ഒരു ബാലൻസ് അവിടെ ചെയ്തിട്ടില്ല. ഇത് എന്ത് ചെയ്യും? ഡിസൈനിനെ അൺകംഫർട്ടബിൾ ആക്കും, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യും, അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ ഫീൽ ചെയ്യും. ഇനി നമ്മൾ ഇതേ സെയിം ഡിസൈൻ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനിലോട്ട് നോക്കുന്ന സമയത്തും ഇവിടെ എന്ത് ചെയ്തു? കൂടുതൽ പ്രൊഫഷണലായി, അടിപൊളിയായി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? അതിൻ്റെ ഓഡിയൻസിന് കൂടുതൽ കംഫർട്ടബിൾ നൽകാനും അവരുടെ ആ ഒരു ഡിസൈൻ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നൽകാനും ഇത്തരം ബാലൻസ് ചെയ്യുന്നതിലൂടെ ഡിസൈൻസിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ബാലൻസ് ഡിസൈൻസിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയാനുള്ള ഒരു റീസൺ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് അല്ലെങ്കിൽ രീതികളുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു രീതികൾ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെയിൻലി ഡിസൈൻസിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സിമെട്രിക്കൽ ബാലൻസ്, സെക്കൻഡ് വൺ ഈസ് അസിമെട്രിക്കൽ ബാലൻസ്, തേർഡ് വൺ ഈസ് റേഡിയൽ ബാലൻസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും എക്സാമ്പിൾ വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് സിമെട്രിക്കൽ ബാലൻസ്. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത്
ആ ഒരു ഡിസൈനിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് അല്ലെങ്കിൽ വിഷ്വൽ വെയിറ്റ് ഈക്വലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഈക്വലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിസൈൻസിനെയാണ് അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക, സിമ്മട്രിക്കൽ ബാലൻസ് എന്ന് പറയാം. അതായത് ആ ഒരു ഡിസൈനിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്തിട്ട് സെൻട്രൽ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും മെയിൻലി ഇത്തരം ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. സോ രണ്ട് സൈഡിലും എന്തായിരിക്കും, ഈക്വൽ ആയിട്ടുള്ള വിഷ്വൽ വെയിറ്റ് ആയിരിക്കും, ഈക്വൽ ആയിട്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത്തരം ഡിസൈൻസ് നിങ്ങൾ മെയിൻലി വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസിൽ ഇത്തരത്തിൽ ആർക്കിടെക്ചർ ആയിട്ടുള്ള ഡിസൈൻസിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ലേഔട്ട്സിൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത്തരം ഡിസൈൻസ് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ അതേ മിറേർഡ് ആയിട്ടുള്ള വേർഷൻ, അതായത് ഒരു സൈഡിനെ മിറർ ചെയ്ത പോലെ അപ്പുറത്തെ സൈഡിലും സെയിം ഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള വിഷ്വൽ വെയിറ്റ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, സിമ്മട്രിക്കൽ ബാലൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണാണ് അസിമെട്രിക്കൽ ബാലൻസ്. ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. ബട്ട് ഈ ഒരു അസിമെട്രിക്കൽ മെത്തേഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, ഡിസൈൻ ഓവറോൾ ബാലൻസ്ഡ് ആയിരിക്കും. ബട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഡിഫറൻ്റ് ആയിരിക്കും, അതിൻ്റെ വിഷ്വൽ വെയിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, അതിൻ്റെ പൊസിഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും, അതിൻ്റെ അലൈൻമെൻറ്റ് ഡിഫറൻസ് ആയിരിക്കും. ബട്ട് ഓവറോൾ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യും, ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത്തരം രീതിയിലുള്ള ബാലൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ ഒരു ലാർജ് ഇമേജ് പ്ലേസ് ചെയ്തെന്ന് വെക്കാം. എന്ന് വെച്ച് റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അതേപോലത്തെ ലാർജ് ഇമേജ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണമെന്നില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ബോൾഡായിട്ടുള്ളൊരു ഹെഡിങ്, ഡാർക്ക് കളേഴ്സിൽ വരുന്ന ഷേപ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ വിഷ്വൽ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൈറ്റ് സൈഡിലുള്ള ലാർജ് ഇമേജിൻ്റെ വിഷ്വൽ വെയിറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്തരം രീതിയിൽ രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആയിരിക്കും, എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, വിഷ്വൽ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് അതിൻ്റെ വിഷ്വൽ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് ഇത്തരത്തിൽ ഡിസൈനിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അസിമെട്രിക്കൽ ബാലൻസ്. സോ ഇന്നത്തെ കാലത്ത് ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബാലൻസിങ് മെത്തേഡാണ് ഈ ഒരു അസിമെട്രിക്കൽ ബാലൻസ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഡിസൈൻസിലും ഹോർഡിങ്സിലും അഡ്വർടൈസ്മെൻറ്റ്സിലും വെബ്സൈറ്റ് ലേഔട്ട്സിലും അല്ലെങ്കിൽ മാഗസിൻസിലും ഒക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള അസിമെട്രിക്കൽ ആയിട്ടുള്ള ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓവറോൾ കോമ്പോസിഷൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓക്കെയാണ്, ബട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊന്നും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കാര്യങ്ങളൊന്നും അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഓവറോൾ കോമ്പോസിഷൻ എന്താണ്, ഓക്കെയാണ്, അടിപൊളിയാണ്, ബാലൻസ്ഡ് ആണ്. എന്നാൽ ഈ രീതിയാണ് എന്ത്, അസിമെട്രിക്കൽ ബാലൻസ്. ഓക്കെ, സോ ഇനി തേർഡ് ടൈപ്പ് ബാലൻസിങ് മെത്തേഡാണ് എന്ത്, റേഡിയൽ ബാലൻസ്. റേഡിയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒബ്ജക്ട്സുകൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഈ ഒരു സെൻട്രൽ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റ് ഒബ്ജക്ട്സുകൾ സറൗണ്ടിങ്സിൽ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ബാലൻസ്. ഓക്കെ, ഇത്തരത്തിൽ റേഡിയൽ ബാലൻസ് നമ്മുടെ ഡിസൈൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു സെൻട്രൽ ഒബ്ജക്റ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പോയിന്റിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിന് ശേഷം സറൗണ്ടിങ്സിൽ പ്ലേസ് ചെയ്യാനും അത്തരത്തിൽ ആ ഒരു വിഷ്വൽ അറ്റൻഷൻ ആ ഒരു സെൻട്രൽ പോയിന്റിലോട്ട് കൊണ്ടുവരാനും നമ്മളെ എന്ത് ചെയ്യും, ഈ ഒരു ഇത്തരത്തിലുള്ള റേഡിയൽ ബാലൻസിങ് ടൈപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് ബാലൻസിങ് മെത്തേഡ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാലൻസിങ് മെത്തേഡ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ ഡിസൈൻസ് ഏതാണോ അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതി ഏതാണെന്നുള്ളത് ആസ് എ ഡിസൈനർ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ഡിസൈൻ ടൈപ്പിലും ഇത്തരം ബാലൻസിങ് രീതികൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് എങ്ങനെ ഡിസൈൻസിൽ കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. ഹൗ ടു ക്രിയേറ്റ് ബാലൻസ് ഇൻ യുവർ ഡിസൈൻസ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഓവറോൾ കോമ്പോസിഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഡിസൈന് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഒരു എലമെൻറ്റ്സ് ഓക്കെ ആണോ, ഇത് പ്ലേസ് ചെയ്തിട്ടുള്ള ഓക്കെ ആണോ, ഇത് അൺഓർഗനൈസ്ഡ് ആയിട്ട് അൺബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് രീതിയിൽ ബാലൻസ് ചെയ്യിപ്പിക്കാനും നമുക്ക് ബാലൻസ് ആവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനായിട്ട് നമ്മൾക്ക്
പറ്റും. സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് വിഷ്വൽ വെയ്റ്റ്. വിഷ്വൽ വെയ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓരോ എലമെൻസിനെയും വിഷ്വൽ വെയ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അത് നമ്മൾ സൈസ് വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഡിസൈനിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ എന്ത് ചെയ്യരുത്, ഒരു വിഷ്വൽ വെയ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യരുത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു വിഷ്വൽ വെയ്റ്റിനെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന പല ടേംസ് വെച്ചിട്ട് സൈസ്, കളർ, കോൺട്രാസ്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എലമെൻസിനെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ. തേർഡ് വൺ ഈസ് നെഗറ്റീവ് സ്പേസ്. അതായത് നമ്മൾ വെറുതെ ഒഴിച്ചിടുന്ന സ്പേസും ഡിസൈൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈൻസിൽ ആവശ്യമില്ലാത്ത എലമെൻറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമേജസ് കാര്യങ്ങളൊക്കെ വെറുതെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു ഡിസൈനിനെ ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആക്കുന്നതിന് പകരം നമുക്ക് എന്തിനു പറ്റും, ആ ഒഴിച്ചിടുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാങ്ക് സ്പേസിനെ നമുക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ ഈസ് യൂസ് ഗ്രിഡ്സ് ആൻഡ് അലൈൻമെൻറ്റ്സ്. അതായത് ഡിസൈനിന് പ്രോപ്പറായിട്ട് മാർജിൻ, അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് നമുക്ക് ഗ്രിഡ് ലേഔട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻസിൽ പ്രോപ്പർ അലൈൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും, പറ്റും. സോ ഗ്രിഡ്സും അലൈൻമെൻറ്റ്സും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രസ്റ്റ് യുവർ ഐസ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആസ് എ ഡിസൈനർ നമ്മളാണല്ലോ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ കണ്ണിനെ വിശ്വസിക്കുക, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. എത്ര ഗ്രിഡ്സും അലൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓവറോൾ ഡിസൈൻ കാണുന്ന സമയത്ത് നമുക്കതൊരു ഇംബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. സോ ഒരു ഗുഡ് ഡിസൈനറിന് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വൽ വെയ്റ്റ് അനുസരിച്ചിട്ട് ഗ്രിഡ്സിൻ്റെയും അലൈൻമെൻറ്റ്സിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ഐനെ ട്രസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വിഷ്വൽ വെയ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഡിസൈന് പ്രോപ്പറായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ ദ ലാസ്റ്റ് വൺ ഈസ് ട്രസ്റ്റ് യുവർ ഐസ്. ഓക്കെ. സോ എന്താണ് ബാലൻസ് എന്നും ബാലൻസിൻ്റെ ഡിസൈൻസിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാലൻസ് ഏതൊക്കെയെന്നും എങ്ങനെ ഈ ഒരു ബാലൻസ് നമ്മുടെ ഡിസൈൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാരിറ്റിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് കൂടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്മുടെ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ജേണി അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ പാർട്ടാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ബൈ.